2025 സെനഡ് സമുദായ ശാക്തീകരണ വർഷമായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മാനന്തവാടി രൂപതയുടെ പുതിയ പദ്ധതികളെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഞങ്ങൾ സാമുദായിക ശാക്തീകരണം എന്ന് പറയുമ്പോൾ കേവലം ഒരു ശക്തി കേന്ദ്രമായിട്ട് തീരുക എന്നുള്ള അർത്ഥത്തിലല്ല. ഈ സമുദായത്തെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് കേവലം ഒരു സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പരിപ്രേക്ഷ്യത്തിലൂടെയല്ല, പ്രത്യേകത അതിനെ ഒരു വിശ്വാസ പരിപ്രേക്ഷ്യത്തിലൂടെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഈ ക്രൈസ്തവ സമുദായം ശക്തി പ്രാപിക്കണം എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ഈ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ക്രിസ്തു പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഈ സമുദായം പൂർണ്ണമായിട്ട് സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുക, അത് മറ്റുള്ളവരെയും പഠിപ്പിച്ച് ഈ ലോകത്തെ മുഴുവൻ അങ്ങനെ ഒരു ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ആ ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേവലം ഈ സമുദായം ശക്തി പ്രാപിച്ച് സർക്കാരിൽ നിന്ന് വാങ്ങിക്കാനുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളുമെല്ലാം പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയൊന്നല്ലത്. അതിലുപരി ഈ സമുദായത്തിൽപ്പെട്ടവർ ഏത് ജീവിതാവസ്ഥയിലുള്ളവരാണെങ്കിലും, അവർ രാഷ്ട്രീയക്കാരായിരിക്കാം, മന്ത്രിമാരായിരിക്കാം, ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുന്നവരാകാം, അതുമല്ലെങ്കിൽ വൈദികരാം, ആരുമാകാം. ഇവരെല്ലാവരും ഈ സമുദായത്തെ ശാക്തീകരിക്കുമ്പോൾ അതിലൂടെ അവർ വിശ്വാസത്തിൽ ശാക്തീകരിക്കപ്പെടണം. ആ വിശ്വാസത്തിൽ ശാക്തീകരിക്കപ്പെട്ട് അവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളെയും ക്രൈസ്തവമാക്കി തീർക്കുക. അതായത് ഈ ക്രിസ്തുവിൻ്റെ ആ തത്വങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുക. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു മന്ത്രി, പാർട്ടി ഏതുമാവട്ടെ, അദ്ദേഹം പാർലമെൻറ്റിലോ നിയമസഭയിലോ എഴുന്നേറ്റ് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്, അത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാകണം? അതിനൊരു ക്രൈസ്തവമായ അടിസ്ഥാനമുണ്ടാകണം. അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം കൂടുതലായിട്ട് ഞങ്ങൾ കുടുംബത്തെ ആണ് കേന്ദ്രീകരിക്കുന്നത്. കുടുംബ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ പിതാവ് 2025 ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞങ്ങൾ ആ ജൂബിലി വർഷത്തെ കുടുംബ ശാക്തീകരണ വർഷം കൂടി ആയിട്ടാണ്, കുടുംബ നവീകരണ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ആ കുടുംബത്തിലൂടെയാണ് ഈ സാമുദായിക ശാക്തീകരണവും ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് കുട്ടികൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ മധ്യവയസ്കർക്ക്, പ്രായമായവർക്ക് എല്ലാം വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഓരോ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. പദ്ധതി എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും ഈ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളാണ്. അതുപോലെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള ആ ഒരു അവബോധം കൊടുക്കുക. നമ്മളാരാണ്, നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്, എന്തുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നത് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ പ്രാർത്ഥനയും തീർത്ഥാടനങ്ങളും എല്ലാം ഉണ്ട്. ഇതിലൂടെയെല്ലാമാണ് ഞങ്ങൾ ഞങ്ങളുടെ ആ സാമുദായിക ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്.